ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സീനിയർ സഞ്ചാരിയുടെ നമസ്കാരം. സീനിയർ സഞ്ചാരിയുടെ ക്ഷേത്രക്കാഴ്ചകൾ സമ്മാനിക്കുന്ന ടെമ്പിൾ തിരുനടയിൽ എന്ന ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം, വയനാട്ടിലെ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ദുർഗാദേവി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ അതിമനോഹരമായ കാഴ്ചകൾ, അവിടുത്തെ ചരിത്രം, ഐതിഹ്യങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം. എല്ലാവരെയും ഹാർദമായി സീനിയർ സഞ്ചാരി ഈ ചാനലിലേക്ക് ഹൃദയപുരസ്സരം ക്ഷണിക്കുകയാണ്. മാനന്തവാടിക്കടുത്ത് 5 കിലോമീറ്റർ ദൂരെ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ദുർഗാദേവി ക്ഷേത്രം. ഇതൊരു പുരാതനമായ ഭഗവതി ക്ഷേത്രമാണ്. ദുർഗാദേവിയെ 3 രൂപത്തിലാണ് ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചു വരുന്നത്. ഒന്ന് വരദുർഗ, ഭദ്രകാളി, പിന്നെ ജലദുർഗ. സ്വയംഭൂവായി ഉണ്ടായിട്ടുള്ള ഒരു വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലേത് എന്നാണ് പറയപ്പെടുന്നത്. വയനാട്ടിലെ മൊത്തം ആദിവാസികളുടെ ഒരു ആരാധന ആലയമാണ് ഈ ക്ഷേത്രം. കോട്ടയം രാജാക്കന്മാർ പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രമെന്നും അവരുടെ അധീനതയിൽ ആയിരുന്നു ഈ ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് വയനാട്ടിലെ ആദിവാസികളെ വിൽപ്പന നടത്തിയിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതായത് ഉത്സവ സമയത്ത് ഇവിടുത്തെ ജന്മികൾ അവർക്കാവശ്യമായ തൊഴിലാളികളെ ഈ ക്ഷേത്രത്തിൽ വെച്ച് 1 വർഷത്തേക്ക് പ്രതിജ്ഞ ചെയ്ത് അവരെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത 1 വർഷത്തേക്ക് ആ ജന്മിയുടെ കീഴിൽ പണിയെടുത്തുകൊള്ളാം എന്നുള്ള പ്രതിജ്ഞയാണ് ഇപ്രകാരം എടുക്കുന്നത്. മീനമാസം 15-ാം തീയതി പുലർച്ചെയാണ് ആ സംഭവം നടക്കുന്നത്. അടുത്ത ഉത്സവം വരെയാണ് അവരുടെ തൊഴിൽ ചെയ്യുന്നതിനുള്ള കാലയളവ്. ഇപ്രകാരം ജന്മിമാർ തൊഴിലാളികളെ, ആദിവാസികളെ വിലക്കെടുക്കുന്നതിന് ഒരു നിൽപ്പുപണം കൊടുക്കേണ്ടതുണ്ട്. ആ നിൽപ്പുപണം ആദിവാസികൾക്ക് കൊടുത്താണ് ജന്മികൾ അവരെ 1 വർഷത്തേക്ക് ഏറ്റെടുക്കുന്നത്. ഈ 1 വർഷ കാലയളവിലേക്ക് ഒരു കാരണവശാലും ഈ ആദിവാസികൾ കരാർ ലംഘിക്കാൻ പാടുള്ളതല്ല. ഈ കാണുന്നതാണ് താഴേക്കാവ് ഭഗവതി ക്ഷേത്രം. അതുപോലെ തന്നെ മേലേക്കാവിൽ ഭഗവതി ക്ഷേത്രവുമുണ്ട്, മലയ്ക്ക് അല്പം മുകളിലായി. നമുക്ക് ഈ താഴേക്കാവിലെ ക്ഷേത്ര കാഴ്ചകൾ കണ്ട് നേരെ മുകളിലേക്ക് ഈ കരിങ്കൽ സ്റ്റെപ്പുകൾ, അനേകം പടികൾ കയറി നമുക്ക് മുകളിലേക്ക് പോകാം. മേലേക്കാവിലാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനേകം കരിങ്കൽ പടവുകൾ ഇവിടെ കയറി വേണം നമുക്കവിടെ എത്തിച്ചേരുവാൻ. നമുക്ക് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മീനമാസം 1-നാണ് ക്ഷേത്രത്തിലെ കൊടികയറ്റം. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലേത്. ആദിവാസികളാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ആദിവാസി മൂപ്പൻ കാട്ടിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന നീളം കൂടിയ മുളന്തണ്ടിലാണ് കൊടി കയറുന്നത്. ഇവിടുത്തെ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഉത്സവം തുടങ്ങി 7-ാം ദിവസമാണ് കൊടികയറ്റം നടക്കുന്നത്. അതുപോലെ തന്നെ ഉത്സവം കഴിഞ്ഞ് 7-ാം ദിവസമാണ് കൊടിയിറക്കവും. മീനമാസം 1-ാം തീയതി മാനന്തവാടി പാണ്ടിക്കടവ് എന്ന സ്ഥലത്തുള്ള പുള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ വാൾ ഇവിടെ കൊണ്ടുവരുന്നു. ആനപ്പുറത്താണ് വാൾ കൊണ്ടുവരുന്നത്. അത് താഴേക്കാവിൽ മണിപ്പുറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ആ വാൾ സൂക്ഷിക്കുന്നു. പിറ്റേ ദിവസം മുതൽ വിശേഷാൽ ചടങ്ങുകൾ ആരംഭിക്കുകയായി. 13 ദിവസമാണ് തുടർന്ന് മേലേക്കാവിൽ തായമ്പക നടക്കുന്നത്. 14-ാം ദിവസം തായമ്പക ഉണ്ടായിരിക്കുന്നതല്ല. പകരം അവിടെ ഉച്ചപൂജയ്ക്ക് തോറ്റംപാട്ട് ഉണ്ടായിരിക്കും. അത് 14-ാം ദിവസമാണ് നടക്കുന്നത്. തോറ്റംപാട്ടിലെ ദാരികവധം കഥയാണ് പറയപ്പെടുന്നത്, പാട്ടായി അവതരിപ്പിക്കുന്നത്. ക്ഷേത്ര അവകാശി ആയ കുറുപ്പിനാണ് അതിനുള്ള അധികാരം. മീനമാസം 7-ാം തീയതി കൊടികയറ്റം നടക്കും. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ തിരക്കായി. കച്ചവടക്കാരും വഴിവാണിഭക്കാരും ഈ കാണുന്ന വലിയ പാടത്ത് വന്ന് അവർ തമ്പടിക്കുന്നു. ഈ പാടം നിറയെ വിവിധ കച്ചവടക്കാരെ കൊണ്ടും പലവിധ കലാപരിപാടികൾ നടത്തുന്ന ആളുകളെ കൊണ്ടും നിറയും.
മീനമാസം 10-ാം തീയതി ക്ഷേത്രത്തിന്റെ മേൽശാന്തി ചേരങ്കോട് ഇല്ലത്തേക്ക് പുറപ്പെടുന്നു. 41 ദിവസം വ്രതം എടുത്ത ശേഷമായിരിക്കും ഇപ്രകാരം മേൽശാന്തി ഇല്ലത്തേക്ക് പുറപ്പെടുന്നത്. ഇല്ലത്തെത്തുന്ന മേൽശാന്തി ധ്യാനനിമഗ്നനായി ഒരു ദിവസം അവിടെ കഴിച്ചുകൂട്ടുകയും പിറ്റേ ദിവസം മേൽശാന്തിയോട് ഒപ്പന കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് അന്തർജനം സമ്മതിക്കുകയും ചെയ്യുന്നു. അതോടെ മേൽശാന്തി ഒപ്പനയെടുത്ത് ഭാണ്ഡത്തിലാക്കി വള്ളിയൂർക്കാവ് ലക്ഷ്യമാക്കി വരുന്നു. ഉത്സവത്തിനോടനുബന്ധിച്ച് ദേവിയെ ചാർത്തുന്നതിനുള്ള ആടയാഭരണങ്ങളാണ് ഒപ്പനക്കോപ്പ്. മേലാസകലം വെള്ളമുണ്ട് പുതച്ചാണ് ഓടിയും നടന്നും ഏകാഗിയായി മേൽശാന്തി ഇല്ലത്തുപോയി വരുന്നത്. അത് ദീപാരാധനയ്ക്ക് മുമ്പ് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെത്തുന്നു. ഇപ്രകാരം കൊണ്ടുവരുന്ന ഒപ്പനക്കോപ്പ് താഴേക്കാവ് പാട്ടുപുര ഒപ്പനയറയിൽ സൂക്ഷിക്കുന്നു. 4 ദിവസം അർദ്ധരാത്രിയിലെ കളമ്പാട്ടിന് ശേഷം ഈ ഒപ്പന കെട്ടിക്കാണിക്കും. ദീപാരാധനയ്ക്ക് ഒപ്പനക്കോപ്പ് ചാർത്തുന്നു. ഒപ്പന കെട്ടിയുള്ള ദർശനം ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗശാന്തി ലഭിക്കുന്നതിനും ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നതിനും ഉത്തമമാണ് ഒപ്പന കെട്ടിയുള്ള ദർശനമെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. 4 ദിവസം മേലേക്കാവിൽ നിന്നും വള്ളിയൂരമ്മ താഴേക്കാവിലേക്ക് എത്തുന്നു. കളമ്പാട്ടിന് ശേഷം മടങ്ങി മേലേക്കാവിലേക്ക് പോകുന്നു. മീനമാസം 14-ാം തീയതിയാണ് ഏറ്റവും പ്രധാനം. അന്ന് വയനാടൻ ജനത മുഴുവൻ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കുന്നു, പ്രത്യേകിച്ച് ആദിവാസികൾ. ആദിവാസി സമൂഹങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു ദേശീയ ഉത്സവമായി അവർ വള്ളിയൂർക്കാവ് ഉത്സവത്തെ കരുതിപ്പോരുന്നു. അവർ കുടുംബസമേതം എത്തുന്നു. ഉച്ച കഴിയുന്നതോടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഗജവീരന്മാരുടെയും ഇളനീർക്കാവുകളുടെയും അകമ്പടിയോടെ അടിയറ വരവുകൾ വള്ളിയൂർക്കാവിലേക്ക് എത്തിത്തുടങ്ങുകയായി. അത്താഴപൂജയ്ക്ക് മുമ്പായി എല്ലാ അടിയറകളും വന്നുപോകുന്നു. ഇളനീർക്കാവുകൾ വള്ളിയൂരമ്മയ്ക്ക് അഭിഷേകം കഴിക്കുന്നു. അത്താഴപൂജ കഴിഞ്ഞാൽ വള്ളിയൂരമ്മ പാണ്ടിമേളത്തോടെ 3 ആനപ്പുറത്തെ താഴേക്കാവിലേക്ക് എഴുന്നള്ളുന്നു. അന്നേ ദിവസം കളമ്പാട്ട് ഉണ്ടായിരിക്കുന്നതല്ല. ദേവിയെ മണിപ്പുറ്റിൽ ഇറക്കി എഴുന്നള്ളിച്ച ശേഷം പാട്ടുപുരയിൽ ചെറിയൊരു പാട്ട് നടക്കുന്നു. ശേഷം വള്ളിയൂരമ്മ 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആറാട്ടുതറയിലേക്ക് പോകുന്നു. ഇവിടെ കോമര നൃത്തവും ഇറക്കിപ്പൂജയും നടക്കുന്നു. കബനി നദിയിൽ വള്ളിയൂരമ്മയുടെ ആറാട്ടിന് ശേഷം മേലേക്കാവിലേക്ക് പുറപ്പെടുന്നു. മേലേക്കാവിൽ ദേശക്കാരുടെ അരിചാർത്തലിന് ശേഷം താഴേക്കാവിലേക്ക് വീണ്ടും എഴുന്നള്ളിക്കുന്നു. പിന്നീട് ഇവിടെ കോമര നൃത്തം നടക്കുന്നു. ശേഷം ഒപ്പന ദർശനവും. അത് കഴിയുന്നതോടെ രുധിരക്കോലം എന്ന ചടങ്ങാണ് നടക്കുന്നത്. കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് അതിൽ പ്രധാനം. പാണിയുടെ അകമ്പടിയോടെയാണ് ഇരുവരുടെയും യുദ്ധം. അവസാനം കാളി ദാരികന്റെ കിരീടമെടുക്കുന്നതോടെ ഈ ചടങ്ങ് അവസാനിക്കുന്നു. ഭഗവതിയെ മേലേക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നു. പള്ളിയറ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ച വാളും ഒപ്പനക്കോപ്പും തിരിച്ച് അതാത് സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുപോകുന്നു. അതോടെ 14 ദിവസത്തെ വയനാടിന്റെ ദേശീയ ഉത്സവമായ വള്ളിയൂർക്കാവിലമ്മയുടെ ഒരു ഉത്സവത്തിന് സമാപനമാകുന്നു. അനേകം ചടങ്ങുകളുള്ള ഒരു ക്ഷേത്ര ഉത്സവമാണ് വള്ളിയൂർക്കാവിലേത്. മനോഹരമായ ദേവപ്രതിമകൾ കൊത്തിവച്ചിട്ടുള്ള ക്ഷേത്രമാണ് വള്ളിയൂർക്കാവിലമ്മയുടേത്. അങ്ങനെ ക്ഷേത്രനടയിൽ കൺകുളിർക്കെ തൊഴുതുനിന്ന് സീനിയർ സഞ്ചാരി മടങ്ങി. പടിക്കെട്ടുകൾ ഓരോന്നായി ചവിട്ടിയിറങ്ങുമ്പോൾ തീരുമാനിച്ചു, വള്ളിയൂരമ്മയുടെ അടുത്ത ഉത്സവത്തിന് മീനം 14-ന് ഇവിടെ എത്തിച്ചേരണം. ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുക്കണം. അത് വലിയൊരു പുണ്യമായിരിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ച് അടുത്ത ക്ഷേത്രത്തിലേക്ക് സീനിയർ സഞ്ചാരി യാത്ര തുടർന്നു.